സോ ഗൈസ് നമ്മളിപ്പോൾ കണ്ട അനിമേറ്റഡ് സ്റ്റോറി നിങ്ങൾ കണ്ടില്ലേ, അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അത് നമുക്ക് പ്ലാറ്റിനം സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കിട്ടുന്നതാണ്. അത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്കതിൽ ഒരു സീൻ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് കുറേ സീൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ബാക്കിയെല്ലാം പ്രീമിയം ആണ്. അപ്പോൾ നമുക്ക് ഒരു ഇഷ്ടമുള്ളൊരു സീൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോണത് റെസ്റ്റോറൻറ്റ് സീനാണ് സെലക്ട് ചെയ്യാൻ പോണത്. ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റ് സീൻ സെലക്ട് ചെയ്തു. അത് റെസ്റ്റോറൻറ്റ് സീനിങ് കാണിക്കുന്നു. അവിടെ നമുക്കൊരു നമുക്ക് ക്യാരക്ടേഴ്സിന് വേണം. അപ്പോൾ നമുക്ക് ക്യാരക്ടേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. നമുക്കത് ഓൾറെഡി നമുക്ക് ഡൗൺലോഡഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ക്യാരക്ടേഴ്സ് നമുക്ക് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഹെൻറി എന്ന് പറഞ്ഞ ക്യാരക്ടറെ ഞാൻ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അവനെ നേരെ സിറ്റിംഗ് ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ കൊടുത്താൽ ബെഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകാനായിരിക്കും. ഞാനൊരു ഗേൾ ക്യാരക്ടറിനെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നാണ്. ജസീക്ക എന്ന് പറഞ്ഞ ഗേൾ ക്യാരക്ടറിനെ ഞാൻ കൊണ്ടുവന്ന് ജസീക്ക അവിടെ തന്നെ നിൽക്കും. നമുക്കത് റൈറ്റ് ടു ദി റിസപ്ഷൻ ഡെസ്ക് മാറ്റിയിട്ട് നമ്മൾ മാറ്റണം. റൈറ്റ് ടു ദി ഡിസ്ക്രിപ്ഷൻ മാറ്റിയിട്ട് നമുക്ക് ആ വീഡിയോൻ്റെ ഒരു ഐക്കൺ കണ്ടില്ല, നമുക്കത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് സൂം ആക്കിയിട്ട് നമുക്കൊരു വീഡിയോ മൂവാക്കി കൊടുക്കും. അപ്പോൾ നമുക്ക് മൂവിങ് ഫോർവേഡ്, നമുക്കിപ്പം ഞാൻ മൂവിങ് ഫോർവേഡ് കൊടുക്കുക. അപ്പോൾ മൂവിങ് ഫോർവേഡ് കൊടുത്താൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ അത് പതുക്കെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന കാണാം. അതുപോലെ തന്നെ നമ്മൾ ജസീക്കയെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിനേക്കാൾ മുമ്പ് ഇവർ വന്നിരിക്കുന്ന ഷോട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷോട്ട് ക്രിയേറ്റ് ആക്കി അതിനുശേഷം നമുക്ക് അടുത്ത സീൻ നമുക്ക് റെഡി ആക്കുക. അടുത്ത ആ സീൻ റെസ്റ്റോറൻറ്റ് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അടുത്ത ഷോട്ട് നമ്മൾ എടുക്കണമെങ്കിൽ അങ്ങനെയാണ് എടുക്കേണ്ടത്. എന്നിട്ട് അവിടെ സെയിം ചെയ്ത പോലെ തന്നെ ക്യാരക്ടേഴ്സ് ജസീക്കാനെ കൊണ്ടുവന്ന് ഹെൻറീനെ കൊണ്ടുവരണം. അതുപോലെ ക്യാരക്ടേഴ്സിൽ കൊണ്ടുപോയിട്ട് ഹെൻറിനെ കൊണ്ടുവരണം. അതിനെ ഹെൻറിയിൽ കൊണ്ടുവന്നിട്ട് അവരവിടെ നിൽക്കുന്നത് നമുക്ക് ഷോട്ടാണ് നമുക്കിപ്പോൾ വേണ്ടത്. അവിടെ നിന്ന് സംസാരിക്കുന്നുള്ളൊരു ഷോട്ട്. അപ്പോൾ മറ്റേ സീൻ എടുത്തിട്ട് അതിൽ ആ വീഡിയോഗ്രാഫി ഓപ്പൺ ചെയ്യണം. എന്നിട്ട് അവിടെ സ്കിപ്പിംഗ് എനാബിൾ ഷോട്ടിങ് മാറ്റിയിട്ട് അവിടെ മൂവിങ് റൈറ്റ് കൊടുക്കുക. മൂവിങ് റൈറ്റ് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് പ്ലേ ചെയ്തു പതുക്കെ ക്യാമറ മൂവ് ആവണ കാണാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് സീനിൻ്റെ എടുത്തിട്ട് സെയിം സാധനം തന്നെ സെയിം കണ്ടന്റ് അതിലേക്ക് തന്നെ ഇടുക. റെസ്റ്റോറൻറ്റ് തന്നെ സീൻ എടുക്കുക. അതിലേക്ക് ഹെൻറി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇടുക. പിന്നെ അതിലേക്ക് ജസീക്ക എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇടുക. എന്നിട്ട് വേണ്ട ഇൻഫോർമേഷനൊക്കെ അതിൽ കൊടുത്തിട്ട് നമുക്ക് വരാം. അപ്പോൾ ജസീക്ക എന്നൊരു ക്യാരക്ടർ രണ്ട് ക്യാരക്ടറും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് സിറ്റിംഗ് ചെയറിലേക്ക് കൊടുത്തിട്ട് വീഡിയോഗ്രാഫി ഓൺ ആക്കിയിട്ട് അതിലേക്ക് മൂവിങ് എസ്റ്റാബ്ലിഷ് ഷോട്ട് മാറ്റിയിട്ട് മൂവിങ് ഫോർവേഡ് ഷോട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ മൂവിങ് ഫോർവേഡ് ഷോട്ട് ഇട്ടിട്ടുണ്ട്. അത് മിഡിൽ മാറ്റി നമുക്ക് ഓരോ കോർണറിലേക്ക് നമുക്ക് ക്യാമറ പ്ലേസ് ചെയ്യേണ്ട രീതി നമുക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഹോൾ സ്റ്റാൻഡിലേക്കുള്ള ക്യാമറയാണ് പ്ലേസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ മൂവിങ് പതുക്കെ ഫ്രണ്ടിലേക്ക് ക്യാമറ നീങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനത്തെ കുറച്ച് സീനൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെ സീൻ ഉണ്ടാക്കാൻ പറ്റും. നമുക്കിതിൽ കമൻ്റ് അടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും. കോൺവെർസേഷൻസ്, ടെക്സ്റ്റ് ഇതൊക്കെ ആഡ് ചെയ്ത് നമുക്ക് നല്ല അടിപൊളി നമുക്കൊരു അനിമേഷൻ ക്രിയേറ്റർ ആകാൻ പറ്റും. വേണ്ടി നമുക്ക് സേവ് ചെയ്ത് കൊടുത്താൽ നമുക്ക് റെൻഡർ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് സബ് ടൈറ്റിൽ ഉൾപ്പെടെ നമുക്ക് റെൻഡർ ചെയ്യാൻ പറ്റും. നമുക്ക് സബ് ടൈറ്റിൽ ഇല്ലാതെ നമുക്ക് റെൻഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ സോ ഗൈസ്